സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച സമരം തുടർന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ CIT ഒഴികെയുള്ള സംഘടനകളാണ് സമരത്തിലുള്ളത്. മുട്ടത്തറയിൽ ഇന്നും ടെസ്റ്റ് മുടങ്ങി. വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിക്കപ്പെട്ടത് തന്നെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് CIT ഒഴികെയുള്ള സംഘടനകൾ കടക്കുമ്പോൾ ഇന്നും മുട്ടത്തറയിൽ ടെസ്റ്റ് മുടങ്ങിയ സാഹചര്യമാണല്ലേ ഉള്ളത്? തീർച്ചയായും അഞ്ജന, ഏതായാലും ഇന്നും അതായത് മെയ് 2-നാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോഴുള്ളത് മുട്ടത്തറയിലാണ്. ഇന്നും ഇവിടെ പ്രതിഷേധം തുടരുക തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടേത്. പ്രത്യേകിച്ചും CITU ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലുള്ളത്. ഇന്നവർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നിലവിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം, അതിൽ ഒരു മാറ്റം വരുത്താതെ ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏത് രീതിയിലാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്? സെക്രട്ടേറിയറ്റിൽ ഇന്ന് നമ്മുടെ പ്രതിഷേധം ഉണ്ട്, ഓൾ കേരള. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെറിയ തോതിലുള്ള ഭേദഗതികൾ വരുത്തി, അതിപ്പോഴും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ്, നമുക്ക് സ്ലോട്ട് കൂട്ടിത്തരണം. പിന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളും നിർത്തലാക്കണം. അപ്പോൾ ഇത് ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കാൻ മാത്രം അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മളിപ്പം അതിന് റീടെസ്റ്റും എല്ലാം ചെയ്തതാണ്, ഫീസ് അടിച്ച്, സർക്കാരിന് ഫീസ് അടിച്ച് റീടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ആ വാഹനങ്ങൾ ഉടനെ മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കേരളത്തിലെ എല്ലാ വാഹനങ്ങളും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ കത്തിക്കാൻ പറഞ്ഞാൽ കത്തിക്കും. പക്ഷേ നമുക്ക് ടെസ്റ്റിന് മാത്രം കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് രണ്ട് ന്യായമല്ലേ? പഠിപ്പിക്കാനും പാടില്ല, ടെസ്റ്റിന് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ട് ന്യായമല്ലേ? തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് ഈ നിലവിൽ വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ആ രീതിയിൽ അംഗീകരിക്കാൻ പൂർണ്ണമായും സാധിക്കില്ല എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുന്നത്. ഇത് ഈ മുട്ടത്തറ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നും ആ ടെസ്റ്റിന് ആരും എത്തിയിട്ടില്ല. 25 പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എത്തി പേര് വിളിച്ച് ഇതുവരെയും, അതായത് 8 മണിക്കാണ് ഇവിടെ സാധാരണ രീതിയിൽ ടെസ്റ്റ് ആരംഭിക്കുക. പക്ഷേ ഇതുവരെയും ടെസ്റ്റ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്തവർ ആരും തന്നെ ഇവിടേക്ക് എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നും ടെസ്റ്റ് ഇവിടെ മുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 11 മണി വരെയാണ് ടെസ്റ്റിന് സമയമുള്ളത്. അതുവരെ ഈ രജിസ്റ്റർ ചെയ്തതിൽ ആരെങ്കിലും എത്തുകയാണെങ്കിൽ ടെസ്റ്റ് നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് MVD ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ടെസ്റ്റ് നടത്താൻ അവരെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ നിന്നും ഏറ്റവും ഒടുവിലായി നമുക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. അഞ്ജന. ശരി, ശ്രീജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം CIT ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്നാണ് എസ് ഷീജ വിവരങ്ങൾ നൽകിയത്.